വെസ്റ്റ് എഡ്മണ്ടൺ വാർഡ് അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം ക്രിസ്തുമസ് ഗിഫ്റ്റ് ആരംഭിക്കുകയായി. രചന സാക്ഷാത്കാരം സ്റ്റാലിൻ ബാവക്കാട്ട്. ശബ്ദ വെളിച്ച നിയന്ത്രണം അലക്സ് പൈക്കട, ടോജോ തോമസ്. പങ്കെടുക്കുന്നവർ ബിബു വേലിക്കുന്നേൽ, സിജോ സേവ്യർ, ലില്ലി പാസ്കൽ, ഷൈനി സെബാസ്റ്റ്യൻ ആൻഡ് കുമാരി ടാനിയ ജോർജ്. ദേ, നിങ്ങളിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നോ? എന്നാ എന്ത് പറ്റി? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ വർക്കിച്ചായനെ കണ്ടു. പാവം, ഒരു സഹായത്തിനു വേണ്ടിയാ നാട്ടിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്നത്. എന്തു പറയാനാ, ഇന്നത്തേക്ക് 9ാമത്തെ ദിവസമാ അമ്മ ഐസിയുവിൽ കിടക്കണത്. ഇനി എത്രയായിരം ഡോളർ മുടക്കണം ദൈവത്തിനറിയാം. ദൈവത്തിനറിയാലോ എല്ലാം. പിന്നെ നീ അതോർത്ത് തല പുണ്ണാക്കണ്ട. നമ്മൾ ഓർക്കണോ അച്ചായ, നിങ്ങളുടെ അമ്മയ്ക്കെങ്ങാനും ഇതേപോലെ വന്നാൽ? ഓ, ഇപ്പൊ നിങ്ങളുടെ അമ്മയായോ? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഉള്ള കാര്യമാ ഞാൻ പറയണത്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അമ്മയെ കിടത്തേണ്ടിയെങ്ങാനും വന്നാൽ തീർന്നു. എന്ത് തീർന്നെന്നാ മാഡം പറയണത്? എല്ലാവരും നാട്ടിൽ നിന്ന് അപ്പനമ്മമാരെ കൊണ്ടുവരുന്നത് നല്ലത് മാത്രം പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചുമാ. അവർ കൂടെയുള്ളതിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വിലയിടാൻ നമുക്ക് കഴിയുമോ? സ്വന്തം ആയുസിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്നതിനെ തമാശ എന്നല്ലാതെ പിന്നെ എന്തു പറയാൻ? വലിയ വർത്തമാനമൊന്നും എനിക്കറിയില്ല. നാടുവിട്ട് ഇവിടെ വന്നിട്ട് 5-8 കൊല്ലമായി. ആകെ മോർഗേജ് അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ ലേ ഓഫ് കിട്ടി വീട്ടിലിരിപ്പായതുകൊണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തിപ്പോൾ എക്സ്റേ എടുക്കേണ്ട പാകമായി ഞാൻ. എൻ്റെ ഗ്രേസി ഒന്ന് പതുക്കെ പറ. അമ്മയെങ്ങും കേട്ട ക്രിസ്തുമസ് ആയിട്ട്. അമ്മാമ്മ എഴുന്നേറ്റിട്ടില്ല. ആ, അങ്ങോട്ടിരിക്കുക. അപ്പനും മോനും ഒന്നിച്ചു കുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ഇനി ചായ മുതൽ ഉണ്ടാക്കണം. ചായ വേണേൽ ഞാൻ ഉണ്ടാക്കാം. വേണ്ടായോ? ഇനി അത് കുടിച്ചിട്ട് വേണം ഉള്ള സമാധാനം കൂടി പോവാൻ. പീറ്ററെ, അവളെന്തേ ഗ്ലോറി? ആ, അവള് ഗെയിം കളിക്കുമായിരിക്കും. ആഹാ, തികഞ്ഞു. എഴുന്നേറ്റ് പോടി ടിവിയുടെ മുന്നീന്ന്. രാവിലെ തുടങ്ങും. പോയി അമ്മാമ്മയെ വിളിക്കുക. എന്താ തുറിച്ച് നോക്കണത്? പോലീസിനെ വിളിക്കണോ നിനക്ക്? ആ, ഈ അമ്മയും ഫർണസ് ഒന്നാ. അതേടാ, ആ ചൂടുള്ളതുകൊണ്ടാ സുഖമായിട്ടിരിക്കാൻ പറ്റണത്. അയ്യോ, ഒരു ചിരി. ഇതാണ്ടേ ആ ക്രിസ്മസ് ട്രീ പോയി പണിയ. പോ, ചെല്ല്. ഡോളറാമ മൊത്തം ഉണ്ടല്ലോ. ഇത് ക്രിസ്മസ് ട്രീ ആണോ അതോ ഡോളർ ട്രീ ആണോ? ഉവ്വ. ഇവിടുത്തെ പാതിര കുർബാന 9 മണിക്ക് തീർന്നതുകൊണ്ട് ഉറക്കം പോയില്ല അല്ലേ മോനെ? അതേമേ, ഇവിടെ പലതും നമ്മുടെ സൗകര്യത്തിനാണ് സംഭവിക്കുന്നത്. എന്തേ, ഏലുകുട്ടിക്ക് നാട്ടിലെ ക്രിസ്തുമസ് മിസ് ചെയ്യുന്നുണ്ടോ? മക്കൾ അടുത്തുണ്ടെങ്കിൽ അമ്മമാർക്ക് എന്നും എവിടെയും ക്രിസ്മസ് അല്ലേ മോനെ? മക്കൾക്കും അങ്ങനെ തന്നെയാണ് അമ്മേ. അപ്പനമ്മമാരുടെ കൂടെ ജീവിക്കാൻ കഴിയണ ഭാഗ്യം. ദേ, ഈ പിള്ളേര് മനസ്സിലാക്കി വളർന്നാൽ കൊള്ളാം. ഇവരെക്കുറിച്ച് ഇത്തിരി വേവലാതി ഇല്ലാതില്ല അമ്മ. നിന്നെക്കുറിച്ച് ഈ അമ്മ വേവലാതിപ്പെടില്ല. കാരണം നിന്റെ അപ്പനും ഞാനും ഒന്നും മനസ്സറിഞ്ഞ് ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെ. ആ അനുഗ്രഹം നിന്നെ കാത്തോളുമെന്ന് അമ്മയ്ക്കറിയാം. ആ നന്മ നീ നിന്റെ മക്കളിലേക്കും കൈമാറിയാൽ മതി. ശരിയാണമ്മേ, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ ഞാനിവിടെ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. അല്ലാതെ ബുദ്ധിയും കഴിവുമുള്ളവർ നാട്ടിൽ വേറെ ഇല്ലാഞ്ഞിട്ടാണോ? അത് ശരിയാ. ഡാ, കണ്ടില്ലേ അമ്മേ, അവൻ വളർന്ന് പെരപ്പുറത്തേക്കാ ചായണത്. ഹോ, ഇവന്റെ പ്രായത്തിൽ നീ മുത്തായിരുന്നോ? അതല്ലമ്മ, ഇവൻ മിടുക്കനാ. ഇവളും. അമ്മാമ്മ ഇനി എന്നും ഞങ്ങളുടെ കൂടെ തന്നെ വേണം. ദേ, രണ്ടുപേരും പോയി റെഡി ആയിക്കോ. ലഞ്ചിന് മുമ്പ് നമുക്ക് ബസിലിക്കയിലെ പുൽക്കൂട് കണ്ടേച്ചും വരാം. അമ്മയും റെഡി ആയിക്കോ. ആ, നിങ്ങൾ ഫേസ്ബുക്ക് വഴി കണ്ടാൽ മതിയായിരിക്കും അല്ലേ? പല്ല് തേച്ചിട്ട് കുടിക്കാം മോളെ. നീ നൈറ്റ് കഴിഞ്ഞിട്ട് ഇത്തിരിയെങ്കിലും ഉറങ്ങണ്ടേ? ഓ, ഇന്ന് ക്രിസ്മസ് അല്ലേ അമ്മേ? സാരമില്ല. ഞാൻ ഇതിന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാ ലഞ്ച്. ക്രിസ്തുമസ് ആയിട്ട് നീ പുറത്തു പോവാണോ? വേണ്ട, ഇന്ന് ഒരുമിച്ച് ഭക്ഷണം നമുക്ക് ഇവിടെ കഴിക്കാം. No, I can't do that. I have to go to my friends. വരുന്നില്ലെന്നങ്ങ് വിളിച്ചു പറഞ്ഞാ മതി.
ആവശ്യത്തിൽ കൂടുതൽ പൈസ കൊടുക്കരുതെന്ന് ഞാൻ ഗ്രേസിയോട് പറഞ്ഞിട്ടുള്ളതാ. No, I don't need your money. I can make my own. I'm grown up. എന്നാ പോയി ഉണ്ടാക്കടാ. ഗ്രോണപ്പായി പോലും. ഗ്രോണപ്പായാൽ ഇനി തന്തയും തള്ളയും വേണ്ടല്ലോ. മോനെ, മോൻ വളരണം. പക്ഷെ അത് മോൻ്റെ പേരൻസിൻ്റെ സന്തോഷത്തിലായിരിക്കണം. അവരെ അനുസരിച്ചോണ്ടായിരിക്കണം. പൊയ്ക്കോട്ടമ്മേ, അവനിപ്പോ വലുത് അവന്റെ കൂട്ടുകാരാ. എൻ്റെ മോന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. ദേ നോക്കിയേ, ഇന്ന് മോൻ ഈ അമ്മാമ്മയുടെ കൂടെ ലഞ്ച് കഴിക്കണ കാര്യം കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞേക്ക്. അവർക്കത് മനസ്സിലാകും. എന്നാലും അമ്മാമ്മേ, what they will think about me? അപ്പോൾ മോനെക്കുറിച്ച് ഈ അപ്പനും അമ്മയും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്തേ മോൻ കാണാത്തത്? മോൻ്റെ നന്മ മാത്രം സ്വപ്നം കാണുന്ന ഇവരെ നീ വേദനിപ്പിക്കരുത്. അനുസരണമുള്ള മക്കളാ മിടുക്കരായ മക്കൾ. അവരാ മാതാപിതാക്കളുടെ സ്വത്തും സന്തോഷവും. ചെല്ലേ, എൻ്റെ മോൻ ചെന്ന് റെഡിയാകുക. അതെ, നിങ്ങളെന്തിനാ എൻ്റെ മെക്കിട്ട് കയറിയത്? ഞാൻ അവന് കൂടുതൽ പൈസയൊന്നും കൊടുക്കാറില്ല. ഓ ക്ഷമിക്ക് പൊന്നെ, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതാ. അല്ലേലും എന്തിനും അവസാനം കുറ്റക്കാരി ഞാനാണല്ലോ. അത് പോട്ടെ, കണ്ടില്ലേ എത്ര നിസ്സാരമായിട്ടാ അമ്മ അവനെ പറഞ്ഞു മനസ്സിലാക്കിയത്. അങ്ങനെ വേണം. അല്ലാതെ മക്കളുടെ മുമ്പിൽ ചാടി സംസാരിച്ചാൽ അവർ അതിലും മീതെ ചാടും. ഞാൻ മാത്രമല്ലല്ലോ, നീയും ദേഷ്യപ്പെടാറില്ലേ? മനുഷ്യൻ ഇവിടെ 100 കാര്യം തലേ കയറ്റി നടക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും. എന്താണ് ഈ 100 കാര്യം? ഓ, നിനക്ക് വർക്കിച്ചായന്റെ അമ്മയെക്കുറിച്ച് ഓർത്തുകൂടി തല പുണ്ണാക്കണമല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം ഇച്ചാനറിയാലോ. പിള്ളേർക്ക് അത് പഠിക്കാനും ഇത് പഠിക്കാനും. നിങ്ങൾക്ക് കൂടി ജോലി ഉണ്ടായിരുന്നേൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അമ്മയെ നാട്ടി വിടുന്നതാ ബുദ്ധി. ബുദ്ധിയല്ല, ഭയം. അതാ നിനക്ക്. ഞാൻ പ്രാക്ടിക്കലായി പറഞ്ഞതാ. ജനുവരിയിൽ ടിക്കറ്റിന് കാശ് കുറവാ. മേരി ആൻറ്റിക്കൊപ്പം അമ്മയെ നാട്ടിലേക്ക് വിടാം. ഇല്ല ഗ്രീസി, ഇനിയുള്ള കാലം അമ്മ നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കും. നീ വെറുതെ ചൊറിയാൻ വരണ്ട. നല്ലൊരു ദിവസമായിരുന്നു. ആ, കഴുതയെ പോലെ പണിയെടുക്കാൻ ഞാനുണ്ടല്ലോ. എന്തായാലും എൻ്റെ പേരിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇനി കിട്ടില്ല. ഓർത്താ മതിയത്. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ശരി, അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ധൈര്യമുള്ളവന് പറഞ്ഞിരിക്കുന്ന പണിയാ സ്നേഹം. സ്നേഹത്തിന്റെ പേരിൽ ആരും തോറ്റിട്ടില്ല. താൻ ധൈര്യമായിരിക്കടോ. നല്ലത് മാത്രം നമുക്ക് ചിന്തിക്കാം. ഇച്ചായൻ പറയണത് ശരിയാ. പക്ഷെ പണത്തിന് പണം തന്നെ വേണ്ടേ? വേണം. സമാധാനത്തിന് വേണ്ടുന്നതെല്ലാം വേണം. ഓക്കെ, വന്നിടത്ത് വെച്ച് കാണാം എല്ലാരെയും പോലെ നമുക്ക്. ഗിഫ്റ്റ് എവിടെയാ അമ്മേ? ദാ അപ്പനാ വെച്ചേക്കണത്. ഡോളറാമേ അല്ലാട്ടോ. I know, you are the best. Thank you, Appa Amma. അമ്മ look at this. അമ്മയ്ക്ക് ഞാനൊരു പുതിയ സെറ്റർ വാങ്ങിയിട്ടുണ്ട്. ഉണ്ടായിരുന്നല്ലോ മോളെ, എന്തിനാ വെറുതെ? സോക്സിന് മുമ്പ് ഓയിൽമെന്റ് പുരട്ടിയോ അമ്മേ? ഓ, എൻ്റെ കാലിന് പരിചയം നാട്ടിലെ ബാലൻ വൈദ്യൻ്റെ തൈലത്തിനാടാ. ഒന്ന് നാട്ടിൽ പോയി വന്നിരുന്നേൽ കൊള്ളാമായിരുന്നു. പിന്നെ തൈലം നമുക്ക് വരുത്തിക്കാം. അപ്പൻ്റെ കുഴിമാടത്തിൽ തിരി കത്തിച്ചിട്ട് എത്ര നാളായിടാ. നമ്മുടെ പേരാമ്പുറത്തെ ക്ലീറ്റസിൻ്റെ മോള് ജെൻസി നിൽക്കണ മഠത്തിൽ താമസിക്കാൻ പറ്റിയ 24 മണിക്കൂറും നോക്കാനും ആളുണ്ട്. ദിവസവും കുർബാനയും കൂടാ. പിന്നെ ഇവിടെ സമ്മർ ആകുമ്പോൾ ഞാനിങ്ങ് വരാം. ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടമ്മ. അതൊന്നും സാരമില്ലടാ. യാത്രകളും പ്രാർത്ഥനകളുമായി ഞാൻ അങ്ങനെ നടക്കട്ടെ. ആ, പിന്നെ എത്ര നാളായി ഞാൻ പറയണത് നമ്മുടെ വീടും പറമ്പും വിറ്റ് നിന്റെ ഇവിടുത്തെ കാര്യങ്ങളെ സ്വസ്ഥമാക്കാൻ. അതിനിവിടെ എന്താ ഞങ്ങൾക്ക് കുറവ്? അമ്മയില്ലേ ഞങ്ങളുടെ കൂടെ? മക്കളെ, ഒരാൾ മറ്റൊരാൾക്കുള്ള സമ്മാനമാണെന്ന് തിരിച്ചറിയുന്ന ഇടത്തിന്റെ പേരാണ് സ്വർഗം. അതിനമ്മ ഇവിടെ വേണം. ശരിയാമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി അമ്മ വേണം എന്നും. മക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ ജീവിച്ചു തീർക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും അവരാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീണ സമ്മാനങ്ങൾ. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ സമ്മാനമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുൽക്കൂട്ടിലെ ദിവ്യപ്രകാശത്തിൻ്റെ നാമത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ മക്കൾക്കും ഹൃദയപൂർവ്വം ഞങ്ങൾ നേരുന്നു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ.